Good morning. Question number 3. In the third paragraph, the writer highlights the disagreement about. ഈ ഒരു മൂന്നാമത്തെ പാരഗ്രാഫില് ഈ എഴുത്തുകാർ പുള്ളിക്കാരൻ ഒരു ഡിസഗ്രിമെന്റ് ഹൈലൈറ്റ് ചെയ്യുന്നു. എന്തിനെയോ പറ്റി ഡിസഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ വിയോജിപ്പ് അല്ലെ. അദ്ദേഹത്തിന് എന്താണ് വിയോജിപ്പുള്ളത് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് പാരഗ്രാഫിലേക്ക് പോവാം. There are two major groups of asbestos fibers, the amphibole and chrysotile fibers. അതായത് there are two major groups of asbestos. ഈ ആസ്ബറ്റോസിന്റെ ഫൈബേഴ്സിന് പ്രധാനമായിട്ടും രണ്ട് ഗ്രൂപ്പുകളാക്കി നമുക്ക് തരംതിരിക്കാനായിട്ട് സാധിക്കും. അതിലെ ഒരു ഗ്രൂപ്പിന് നമ്മൾ ആംഫിബോൾ എന്നും രണ്ടാമത്തെ ഗ്രൂപ്പിനെ ക്രിസറ്റൈൽ എന്നും പറയും. The amphibole are much more likely to cause cancer in the lining of the lung, mesothelioma, and scarring of the lining of the lung, pleural fibrosis. The amphibole are much more likely to cause cancer. ഈ amphibole രണ്ട് തരത്തിലുള്ള ഫൈബേഴ്സ് ഉണ്ട്, ആംഫിബോളും ക്രിസറ്റൈലും. അതിൽ ആംഫിബോളിൽ എന്താണ് ഈ ക്യാൻസർ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കുറച്ചും കൂടെ കൂടുതലാണ്. ക്യാൻസർ ഓഫ് ദ ലൈനിങ് ഓഫ് ദ ലങ്, മെസോഥാലിമിയ എന്ന് പറയുന്ന ഒരു അസുഖം, അല്ലെങ്കിൽ സ്കാരിങ് ഓഫ് ദ ലൈനിങ് ഓഫ് ദ പ്ലൂറൽ ഫിബ്രോസിസ്. അതായത് ഈ രണ്ട് തരത്തിലുള്ള ക്യാൻസേഴ്സ് വരാൻ സാധ്യത കൂടുതലാണ്. എന്ത് കാരണം? ആംഫിബോൾ എന്ന് പറയുന്ന ഒരു ഫൈബർ കാരണം. Either group of fibers can cause disease of the lungs such as asbestosis. ഈ രണ്ട് ഗ്രൂപ്പിനും അല്ലെങ്കിൽ രണ്ട് തരത്തിൽപ്പെട്ട ഫൈബേഴ്സ് കാരണവും ലങ് അസുഖങ്ങൾ അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ വരാം. ഏതാണ്? ലൈക്ക് ആസ്ബെസ്റ്റോസിസ് പോലുള്ള ശ്വാസകോശ സംബന്ധമുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. The risk of developing asbestos related lung cancer varies between fiber types. The risk of developing asbestos related lung cancer, ആസ്ബെസ്റ്റോസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ശ്വാസകോശ അർബുദം അത് വേരി ചെയ്യുന്നു. അങ്ങനെ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫൈബേഴ്സ്, അതായത് പല തരത്തിലുള്ള ഫൈബേഴ്സ് അതുകൊണ്ട് ഉണ്ടാകാനുള്ള ആസ്ബെസ്റ്റോസ് റിലേറ്റഡ് ക്യാൻസറിനുള്ള സാധ്യതയും ഈ ഫൈബേഴ്സിനെ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു. On the other hand, exposure to amphibole fibers or to both type of fibers increase the risk of lung cancer twofold. ഇനിയിപ്പം ഓരോ തരത്തിലുള്ള ഫൈബേഴ്സ് കൊണ്ട് അസുഖത്തിന് വേരിയേഷൻസ് ഉണ്ടെന്ന് പറയുമ്പോൾ പോലും ഈ രണ്ടും ആംഫിബോൾ ഓർ ബോത്ത് ടൈപ്പ് ഓഫ് ഫൈബേഴ്സ് ഇൻക്രീസ് ദ റിസ്ക് ഓഫ് ലങ് ക്യാൻസർ twofold. അതായത് സാധാരണഗതിയേക്കാൾ 2 മടങ്ങ് കൂടുതലാണ് എന്ത് ഈ ആസ്ബെസ്റ്റോസ് ഫൈബേഴ്സ് ശ്വസിക്കുന്നത് മൂലം ക്യാൻസർ വരാനുള്ള സാധ്യത. Although the Occupational Safety and Health Administration has a standard for workplace exposure to asbestos, അതായത് ഈ ഒക്യുപേഷണൽ സേഫ്റ്റി ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ഒരു കണക്ക് പറയുന്നുണ്ട്. അതായത് ഇത്ര മാത്രം നമ്മൾ എക്സ്പോസ്, അതായത് 0.2 ഫൈബേഴ്സ് പെർ മില്ലിലിറ്റർ ഇൻ എയർ ഉണ്ട്. ആ എയർ നമ്മൾ ശ്വസിക്കുകയാണെങ്കിൽ നമ്മളത് എക്സ്പോസ്ഡ് ആയി നമുക്ക് ആ രോഗം വരാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയുന്നുണ്ട്. എങ്കിൽ പോലും there is a debate over what constitutes a safe level of exposure. എന്താണ് ആരാണ് ഇതിൻ്റെ ഒരു സേഫ് ലെവൽ ഇതാണ് എന്ന് നിശ്ചയിക്കാൻ എങ്ങനെയാണ് പറ്റുന്നത് എന്നതിനെ പറ്റി ഒരു ചെറിയ ഡിബേറ്റ് ഇപ്പോഴും നടക്കുന്നുണ്ട്. While some believe asbestos related disease is a threshold phenomenon which requires a certain level of exposure to disease to occur. ഒരു വിഭാഗം ആളുകൾ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ത്രഷോൾഡ് ഫിനോമിനയാണ് ആസ്ബെസ്റ്റോസ് റിലേറ്റഡ് ഡിസീസ് എന്ന്. ഒരു പ്രത്യേക ലെവലിൽ ഫൈബേഴ്സ് ഉള്ള വായു ശ്വസിക്കുമ്പോൾ മാത്രമേ അസുഖം വരികയുള്ളൂ എന്നൊരു വിഭാഗം വിശ്വസിക്കുകയും അതേഴ്സ് ബിലീവ് ദർ ഇസ് നോ സേഫ് ലെവൽ ഓഫ് ആസ്ബെസ്റ്റോസ്. ഇതിന് അടുത്ത വിഭാഗം ആളുകൾ വിചാരിക്കുന്നത് എന്താ? എത്ര അളവിലകത്തേക്ക് പോയാലും അത് കൂടുതലായാലും കുറവായാലും അത് അപകടം തന്നെയാണ്, ഒരു സേഫ് ലെവൽ ഇല്ല എന്ന് അടുത്ത വിഭാഗവും പറയുന്നു. ഓക്കെ, നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ വായിക്കാം. In the third paragraph, the writer highlights the disagreement about. ഇവിടെ ഒരു ഡിസഗ്രിമെന്റ് എന്ന് പറയുന്ന ഏക കാര്യം ഈ എക്സ്പോഷർ ഇത്രയായാൽ മാത്രം അസുഖം വരികയുള്ളൂ എന്നവർ പറഞ്ഞു. അതിനെ പറ്റിയൊരു ഡിബേറ്റ് നടക്കുന്നു, ചർച്ച നടക്കുന്നു അല്ലെ. അപ്പം ഈ ഡിബേറ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ചർച്ച വിയോജിപ്പുള്ള സമയത്ത് മാത്രം നമുക്ക് ചർച്ചയുടെ ആവശ്യം വരുന്നത്. അപ്പം ഒരു പക്ഷേ അതാവാം. നമുക്ക് നോക്കാം അത് ഓപ്ഷനിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാം. ഓപ്ഷൻ എ പറയുന്നത് ദ റിലേറ്റീവ് സേഫ്റ്റി ഓഫ് ദ 2 ടൈപ്സ് ഓഫ് ആസ്ബെസ്റ്റോസ് ഫൈബേഴ്സ്. ഈ രണ്ട് തരത്തിലുള്ള ആസ്ബെസ്റ്റോസ് ഫൈബേഴ്സിന്റെ ഒരു സേഫ്റ്റിയെ പറ്റി ഒരു തർക്കം നടക്കുന്നു, അല്ലെങ്കിൽ അതാണ് പുള്ളിക്കാരന് ഡിസഗ്രിമെന്റ് ഉള്ളത്. നമ്മുടെ എഴുത്തുകാരന് ഡിസഗ്രിമെന്റ് ഉള്ളത് അതിനാണെന്ന് നോക്കാം. ദ റിസ്ക് ഓഫ് ഡെവലപ്പിംഗ് ആസ്ബെസ്റ്റോസ് റിലേറ്റഡ് ക്യാൻസർ വേരിയസ് between fiber types. Studies of group of patients exposed to crystalline fiber shows
only a moderate increase in this. On the other hand, exposure to amphibole fiber or to the both type of fibers increase the risk of lung cancer to fall. അവിടെ ശരിക്കും ഒരു തർക്കമൊന്നുമില്ല അല്ലേ? അതായത് ഇത് രണ്ടും സേഫ് അല്ല എന്ന് തന്നെയാണ് അവരവിടെ പറഞ്ഞു വെച്ചത്. ഈ ഏത് ടൈപ്പുള്ള ആസ്പെറ്റോസ് ഫൈബർ ആണെങ്കിലും സാധാരണഗതിയിൽ നിന്ന് ക്യാൻസർ വരാനുള്ള സാധ്യത 2 മടങ്ങ് വർദ്ധിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഡിസഗ്രിമെന്റ് ഇല്ല. നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻ എ ഡിലീറ്റ് ചെയ്യാം. ഓപ്ഷൻ ബി പറയുന്നത് ദ ഇമ്പാക്ട് ഓഫ് ടൈപ്പ് ഓഫ് ഫൈബേഴ്സ് ഓൺ ഡിസീസ് ഡെവലപ്മെന്റ്. അതായത് ഒരു ഡിസീസ് ഡെവലപ്മെന്റിൽ ഈ ഫൈബർ ടൈപ്പിന് ഉള്ള സ്വാധീനം. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ വായിച്ച ലൈൻ തന്നെ ദ റിസ്ക് ഓഫ് ഡെവലപ്പിംഗ് ആസ്പെറ്റോസ് റിലേറ്റഡ് ലങ് ക്യാൻസർ വേരിയസ് ബിറ്റ്വീൻ ഫൈബർ ടൈപ്സ്. അതായത് ഫൈബർ മാറുന്ന അനുസരിച്ച് ഈ ഡിസീസ് ഡെവലപ്മെന്റിനുള്ള സാധ്യത അല്ലെങ്കിൽ ഡിസീസ് ഡെവലപ്മെന്റ് രീതികൾ മാറുന്നു എന്ന് പറയുന്നുണ്ട് അവിടെ. അതിനൊരു വിയോജിപ്പുള്ളതായിട്ട് അവിടെ പറയുന്നുണ്ടോ? ഇല്ല. അത് നമ്മുടെ ആ കാര്യത്തോട് നമ്മുടെ എഴുത്തുകാരന് വിയോജിപ്പുള്ളതായിട്ടും പറയുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓപ്ഷൻ ബിയിൽ എലിമിനേറ്റ് ചെയ്യുന്നു. അപ്പോൾ എയും ബിയും പോയി ഇനി സി ആൻഡ് ഡി ആണുള്ളത്. 50% ചാൻസ് ആണ് നമുക്കുള്ളത്. The result of studies into the level of risk of fiber types. The result of studies into the level of risk of fiber types. അതായത് ഈ ഫൈബർ ടൈപ്സിനെ പറ്റിയുള്ള സ്റ്റഡീസിലെ റിസൾട്ടിനെ പറ്റി, അങ്ങനെ റിസൾട്ടിനെ പറ്റി ഇവിടെ പറയുന്നതുമില്ല അല്ലേ? അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ധൈര്യമായിട്ട് സി എലിമിനേറ്റ് ചെയ്യാം. പിന്നെ പോയിട്ട് നമുക്കുള്ളത് ഡി ആണ്. നോർമലി അതായിരിക്കുന്ന ആൻസർ. നമുക്കൊന്ന് വായിച്ചു നോക്കാം. The degree of contact with asbestos fibers considered harmful. അതായത് ഏത് അളവിലുള്ള കോണ്ടാക്റ്റ് ആണ് നമുക്ക് അപകടകരമായിട്ട് വരുന്നത് എന്നുള്ളതാണ്. അതൊരു ഡിസഗ്രിമെന്റ് തന്നെയാണ് അല്ലേ? കാരണം there is a debate over what constitute a safe level of exposure. ഈ സേഫ് ലെവൽ ഓഫ് എക്സ്പോഷർ ഏതാണ് എന്നതിനെ പറ്റി ഒരു ഡിബേറ്റ് നടക്കുന്നുണ്ട്. ഡിബേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിയോജിപ്പുള്ളിടത്ത് മാത്രമേ എന്തുള്ളൂ? ചർച്ചയുള്ളൂ. അപ്പൊ ഡിസഗ്രിമെന്റ്. അപ്പം ഇവിടെ എഴുത്തുകാരനുള്ളൊരു ഡിസഗ്രിമെന്റ് ഒരു പക്ഷേ അത് ആവാം, ഒരു പക്ഷേ അല്ല, അത് തന്നെയാണ് അല്ലേ? ദ ഡിഗ്രി ഓഫ് കോണ്ടാക്ട്, എത്ര അളവിൽ കോണ്ടാക്ട് വന്നാലാണ് അത് അപകടകരമാകുന്നത് എന്ന്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, ദ ഡിസഗ്രിമെന്റ് ഓഫ് കോണ്ടാക്ട് വിത്ത് ആസ്ബെസ്റ്റോസ് ഫൈബേഴ്സ് കൺസിഡേർഡ് harmful. Clear? Hope it's clear for you. എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്ട്. Thank you.